ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം തുടങ്ങുമ്പോൾ ഒരു കൂട്ടം പ്രവാചക ശിഷ്യന്മാർ അവരുടെ വളരെ അത്യാവശ്യമായൊരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വളരെ അത്യാവശ്യമായൊരു കാര്യം. അതേ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതുമായ കാര്യങ്ങൾ ദൈവത്തോട് പറയാം. തീർച്ചയായും പറയാം. അത് ദൈവം നമുക്ക് സാധിപ്പിച്ചു തരും. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ആത്മീയമായിക്കൊള്ളട്ടെ ഭൗതികമായിക്കൊള്ളട്ടെ, നമ്മുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടതായിക്കോട്ടെ, നമ്മുടെ തലമുറകൾക്ക് ആവശ്യമുള്ളതായിക്കൊള്ളട്ടെ, എന്തും ഏതാവശ്യവും ജീവനുള്ള ദൈവത്തോട് പറയാം. എന്നാൽ അതേ അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർക്ക് വലിയൊരു അനുഗ്രഹം ദൈവം കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. സ്തോത്രം. നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. രാജാക്കന്മാർ 2-ാം പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. പ്രവാചക ശിഷ്യന്മാർ ഏലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. അന്നത്തെ കാലത്ത് പ്രവാചകൻ്റെ കൂടെ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്ന, ശുശ്രൂഷകൾ പഠിക്കുന്ന, ആത്മീയ അഭ്യസനം ലഭിക്കുന്ന ഒരു ഗുരുകുലം പോലെ പ്രവാചകന്മാരോട് ചേർന്ന് നിന്ന് പഠിക്കുന്ന, അങ്ങനെ പഠനം ലഭിക്കുന്ന ഒരു കാലം. അത് വലിയ അനുഗ്രഹിക്കപ്പെട്ടൊരു കാലമാണ്. ഇന്നത്തെ പോലെ വീട്ടിൽ പോയി വരിക, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിച്ച് ജസ്റ്റ് പഠിക്കുക, കുറച്ച് സമയം നിൽക്കുക, അങ്ങനെയുള്ളതല്ല. ആ പ്രവാചകനോട് ചേർന്ന് നിന്ന് ആശ്രമത്തിലെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്ത് അതോടൊപ്പം പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ കാര്യങ്ങൾ, അങ്ങനെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കും, തിരുത്തി കൊടുക്കും, കാണിച്ചു കൊടുക്കും. അങ്ങനെയെല്ലാം ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കുവാൻ ഉള്ള ചില ഭാഗ്യ പദവികൾ ആ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഏലീശ പ്രവാചകൻ ഉണ്ടായിരുന്നു, ഏലിയ പ്രവാചകൻ ഉണ്ടായിരുന്നു, ശമൂവേൽ പ്രവാചകൻ ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം പ്രവാചക ശിഷ്യന്മാരുള്ള പ്രവാചക സ്കൂളുകൾ. അവർ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു, ഇടുങ്ങിക്കഴിയുന്നു. ഞാൻ ഇന്ന് ഈ വാക്കുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ ഇടുങ്ങിയാണോ കഴിയുന്നത്? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, സാമ്പത്തിക മേഖലകളിൽ ഇടുങ്ങിക്കഴിയുന്നവരുണ്ടോ? ഞെരുങ്ങിക്കഴിയുന്നവരുണ്ടോ? നിങ്ങളാരും ഞെരുങ്ങി പ്രയാസപ്പെട്ട് കഴിയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വിശാലത തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാ മേഖലകളിലും ഒരു വിശാലത. ദൈവം ഇടുക്കിക്കളയുന്നവനല്ല, ദൈവം വിശാലത തരുന്നവനാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്നു, ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവീൻ എന്നെല്ലാം വചനമുണ്ട്. ഞാൻ പറയുന്നത് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള ചില കാഴ്ചപ്പാടുകളാണ്. വാസ്തവമായി ലോകത്തിൻ്റെ മോഹങ്ങളിലും മോദങ്ങളിലും പെട്ട് അനേകർ പോകുന്നത് പോലെ അങ്ങനെ പോകാനല്ല, അല്ലെങ്കിൽ അഴുക്കിലും തിന്മയിലും പാപത്തിൻ്റെ അന്ധകാരത്തിൽപ്പെട്ട് വിശാലതയിൽ നടക്കാനല്ല. പക്ഷേ നാം വലഞ്ഞ് ഞെരുങ്ങി പോകാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക മേഖല, നമ്മുടെ സൗഖ്യത്തിൻ്റെ മേഖല, നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ മേഖല, നമ്മുടെ ദൈവവേലയുടെ മേഖലകൾ, അങ്ങനെ ഓരോന്നും ദൈവം വിശാലത തരുന്നവനാണ്. നമുക്കറിയാം, എബ്ബേസിന് ദൈവം വിശാലത നൽകി, ഇല്ലേ? അവൻ്റെ അതിരുകളെ ദൈവം വിശാലമാക്കി എബ്ബേസിന്, പഴയ നിയമത്തിൽ. അങ്ങനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഓരോരുത്തർക്കും ദൈവം വിശാലത നൽകുകയായിരുന്നു. വിശാലത ദൈവം വിളിച്ചിട്ട് ഞെരുക്കി, പ്രയാസപ്പെടുത്തി, പ്രയാസത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും കടത്തിവിട്ട് അവരെ വിഷമിപ്പിക്കുകയല്ല കർത്താവ് ചെയ്തത്. സ്തോത്രം. പിന്നെ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രാപ്തി പോലെയാണ് ലഭിക്കുന്നത്, അവനവൻ്റെ പ്രാപ്തി. പോകട്ടെ പ്രിയരെ, ഇവർ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾ പാർക്കേണ്ടതൊരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പ്രവാചകനോട് ചോദിക്കുകയാണ്, എലീശ പ്രവാചകനോട്, വിശാലതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒന്ന് അധ്വാനിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു കൂടിയവരവിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ നിർബന്ധിച്ച് അങ്ങനെ വിഷമിപ്പിച്ച് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്നത് മാത്രമല്ല, അങ്ങനെ പറയും, നിർദ്ദേശങ്ങൾ തരും.
പക്ഷെ അങ്ങോട്ട് ഞാൻ അങ്ങ് ചെയ്യട്ടെ, ഞങ്ങൾ ഇന്നത് ചെയ്യട്ടെ, അത് പറയുന്നത് ദൈവം പ്രസാദിക്കുന്നതാണ്. പ്രത്യേകിച്ച് ദൈവവേലയുടെ കാര്യത്തിൽ. ദൈവവേല, ഞങ്ങൾ ഇന്ന കാര്യത്തിനകത്ത് ഇടപെട്ടെ. ഇപ്പോൾ രാത്രികാലങ്ങളിൽ ട്രാവൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചില ദേശങ്ങളിലൂടെ നടന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നടന്ന് പ്രാർത്ഥിക്കും, ട്രാവൽ ചെയ്ത് പ്രാർത്ഥിക്കും, പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ പോയി നിന്ന് പ്രാർത്ഥിക്കും. ചില ഉയർന്ന സ്ഥലങ്ങളിൽ പോയി അവിടെ നിന്ന് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം കൈ ഉയർത്തി പ്രാർത്ഥിക്കും. ഇതെല്ലാം വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ പല സാഹചര്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം, കർത്താവിൻ്റെ സ്തോത്രം. അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ളതായ ശുശ്രൂഷകളുണ്ട്. അല്ല, ചില ദേശങ്ങളിലേക്ക് പോയി അവിടെ ഭവന സന്ദർശനം നടത്തി ആ ഭവനത്തിലുള്ളവരോട് സുവിശേഷം പറയുന്ന കാര്യങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ പോയി ട്രാക്റ്റ് കൊടുക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അല്ല, പബ്ലിക് മിനിസ്ട്രി ഉണ്ട്. ഒരു സഭയിൽ ആ സഭയെ കേന്ദ്രീകരിച്ച് അനേകം മിനിസ്ട്രികളുണ്ട്. എഴുത്ത് ശുശ്രൂഷയുണ്ട്, ഇല്ലേ? സ്തോത്രം. മീഡിയ മിനിസ്ട്രി ഉണ്ട്. എന്തെല്ലാം മിനിസ്ട്രികൾ! ഇതെല്ലാം ആ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ വിളിച്ചിരുത്തി അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ എന്ന് കയ്യെ കാലെ പിടിച്ച് ചെയ്യേണ്ടതല്ല ശുശ്രൂഷ. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെയും കടമയാണ്, ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുക എന്നുള്ളത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എൻ്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ഒരു നിർബന്ധമാണ് ദൈവവേല. സഭാ പാസ്റ്ററോ സഭയുടെ നേതൃത്വത്തിലുള്ളവരോ ഇടുന്ന ഒരു നിർബന്ധമല്ലത്. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇത് പൗലോസിലേക്ക് മാത്രമല്ല, യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഓരോരുത്തരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരഹിതമാണത്. കാരണം പത്രോസ്ലീഹയിലൂടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. എന്തിനാ ദൈവം സ്വന്തം ജനമാക്കിയത്? എന്തിനാ ദൈവം തിരഞ്ഞെടുത്തത്? എന്തിനാ ദൈവം വിളിച്ചത്? വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്. വിളിച്ചത് ആരാണ്? ക്രിസ്തുവാണ് വിളിച്ചത്. ഒരുപക്ഷെ മകനെ, പ്രിയമകളെ, നിന്നെ വിളിച്ചത് ഏതെങ്കിലും ഒരു ഈ ഭൂമിയിലെ ഒരു ദൈവവിധലായിരിക്കാം, നിനക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളായിരിക്കാം. പക്ഷേ അവർ വിളിച്ചത് പ്രകടമായി നാം കണ്ടുവെങ്കിലും ജീവനുള്ള ദൈവമാണ് വിളിച്ചത്. ദൈവം വിളിച്ചുവെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സൽപ്രവൃത്തികളെ ഘോഷിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ഞങ്ങളൊന്ന് പോയി അധ്വാനിച്ച് യോർദാങ്കലോളം പോയി ഞങ്ങൾ കുറച്ച് മരമൊക്കെ കൊണ്ടുവരട്ടെ. പ്രവാചകൻ പറഞ്ഞു, പോകുവീൻ എന്നവൻ പറഞ്ഞു. നല്ല പ്രവാചകൻ. ചിലരുണ്ട് കേട്ടോ, അയ്യോ ഞാൻ ചെയ്തോളാം, അല്ല നിങ്ങളാരും ഒന്നും ശുശ്രൂഷിക്കേണ്ട. അതൊരു ഇടുങ്ങിയ ചിന്താഗതിയാണ്. ഞാൻ പ്രസംഗിച്ചോളാം, ഞാൻ തന്നെ വർഷിപ്പ് ചെയ്തോളാം, ഞാൻ തന്നെ പ്രോഗ്രാമൊക്കെ ചാർട്ട് ചെയ്തോളാം, ഞാൻ തന്നെ വേണമെങ്കിൽ വേദോത്സവം വായിച്ചോളാം, വേണമെങ്കിൽ ഞാൻ തന്നെ പ്രാർത്ഥിച്ചോളാം, അടങ്ങി ഒന്നിരുന്ന് കേട്ടാൽ മതി. പ്രിയരെ, അത് സഭ വളരുന്നതിൻ്റെ ലക്ഷണമല്ല. എങ്ങനെയാണ് സഭയെ ദൈവം വളർത്തുന്നത്? സ്തോത്രം. കർത്താവ് തൻ്റെ പരിശുശ്രൂഷയിൽ കർത്താവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ 12 പേരെ സജ്ജമാക്കിക്കൊണ്ടിരുന്നു. ആൻ ഐഡിയൽ ലീഡർ വിൽ മേക്ക് മെനി ലീഡേഴ്സ്. കർത്താവിന് സ്തോത്രം. ഒരു യഥാർത്ഥ ശരിയായ ഒരു മാതൃകയുള്ള ഒരു നേതൃത്വം അനേകം ശുശ്രൂഷകരെ വാർത്തുണ്ടാക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞങ്ങളുടെ കൂടി ഒരുവിൽ ഞാനൊരാൾ ശുശ്രൂഷിച്ചാൽ എന്തോ ഒരു ശുശ്രൂഷിക്കും, ഒരു കുറച്ച്. പക്ഷെ എൻ്റെ ചിന്ത, ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളുടെ കൂടി ഒരുവിൽ അനേകർ, ഞാൻ പറയുന്നത് എല്ലാവരും ശുശ്രൂഷകരാണ്. സ്തോത്രം. അങ്ങനെ ശുശ്രൂഷകർ വരണം. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ കൂടിയൊരുവിൽ 2-3 ദൈവമക്കൾ ശക്തമായ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ദൂതുകൾ പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു. സാധാരണ ഞാനൊരു 3/4 മണിക്കൂർ കൂടുതൽ തിരുവചനം പറയുന്നതാണ്. ഞാനന്ന് ശരിക്കും ഒരു 15 മിനിറ്റേ പറയാൻ പറ്റി. 15 മിനിറ്റാണ് സമയം സ്പാൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാനതിൽ സംതൃപ്തനായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ് കൃപ വ്യാപരിക്കണം നിർബന്ധം പിടിക്കരുത് പ്രിയരെ. ആരിലൂടെയെങ്കിലും കർത്താവിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊള്ളട്ടെ. പരിശുദ്ധാത്മ പ്രവർത്തിച്ചാൽ പോരെ, ജനം അനുഗ്രഹിക്കപ്പെട്ടാൽ പോരെ, ദൈവത്തിൻ്റെ കൃപ പകരപ്പെട്ടാൽ പോരെ. എന്തിന് ഞാൻ തന്നെ പ്രസംഗിക്കണമെന്ന് ശഠിക്കുന്നു? എന്തിന് ഞാൻ തന്നെ എല്ലാം ചെയ്യണമെന്ന് ശഠിക്കുന്നു? അതുകൊണ്ടൊരു നേതൃത്വം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുക, മറ്റുള്ളവരെ വളർത്തുക. ഞങ്ങളുടെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ എല്ലാ വെള്ളിയാഴ്ചയും
8 10 പേര് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്നുണ്ട്. കീബോർഡ്, ഗിറ്റാറ്, തുടർന്ന് ഡ്രംസ് ഒക്കെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഉത്സാഹത്തോടെ. സ്തോത്രം. ശുശ്രൂഷയിൽ അനേകർക്ക് അവസരങ്ങൾ കൊടുക്കുന്നു. വർഷിപ്പ് ടീം, ഗ്ലിറ്ററിങ് കിഡ്സ് എന്ന കൊച്ചു കുട്ടികളിൽ ഒരു വർഷിപ്പ് ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. യൂത്ത്, ബീക്കൺ യൂത്തിനൊരു വർഷിപ്പ് ടീം. സ്തോത്രം. റേഡിയൻ വിമൻ ഒരു വർഷിപ്പ് ടീം. കൂടാതെ ഞങ്ങളുടെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിക്ക് ഒരു വർഷിപ്പ് ടീം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഡിയ മിനിസ്ട്രിയിൽ അതുപോലെ തന്നെ അനേകരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനാണിതെല്ലാം? കർത്താവിൻ്റെ വേല വലുതും വിശാലവുമാണ്. കർത്താവ് വിശാലമായൊരു വേല തരുമ്പോൾ അന്ന് ശുശ്രൂഷകരില്ല എന്ന് അന്ന് വെപ്രാളം പിടിച്ചാൽ പറ്റുകയില്ല. അഡ്വാൻസായി എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് നാം അത് ചെയ്യണം. സ്തോത്രം. ഓരോരുത്തരും മാറി മാറി പലതും ചെയ്യുന്നു. ലീഡ് ചെയ്യാൻ പലരും പഠിക്കണം. മാറി മാറി ആളുകൾ ലീഡ് ചെയ്യണം. മീറ്റിംഗ് ലീഡ് ചെയ്യണം. ചില സ്ഥലത്ത് ഒരേ ഒരാൾ മാത്രം ലീഡ് ചെയ്യും. സ്തോത്രം. പോരെ പറയരേ. അങ്ങനെ കർത്താവിൻ്റെ വേല വിശാലമാക്കാൻ നമ്മാലാവത് ചെയ്യണം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ. നല്ല പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു പ്രവാചകൻ. നാം ദൈവവേലക്കാർ അനേകർക്ക് പ്രോത്സാഹനം കൊടുക്കണം. ചർച്ചിലുള്ളവർക്ക്, കൂട്ടായ്മയിലുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കണം. ഹല്ലേലൂയ. ഈ യൂട്യൂബിലൂടെയും പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രി എന്ന യൂട്യൂബിലൂടെയും ഞങ്ങളുടെ കൂടിവരവിലുള്ള അനേകം ദൈവമക്കൾ അവർ വചനം പറയും. തുടർന്നുള്ള ദിവസങ്ങളിൽ അവരിൽ അനേകർ സാക്ഷ്യം പറയും. തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ക്രമീകരണങ്ങളെല്ലാം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ വിശാലതയിലേക്ക് വരിക. ദൈവവേല വിശാലമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ വിശാലമാണ്. 825 850 കോടിക്ക് ഇടയ്ക്ക് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അവരിൽ എത്ര പേർ മാനസാന്തരപ്പെട്ടു? എത്ര പേർ നിത്യജീവൻ്റെ ഓഹരിക്കാരായി? ഇന്ന് കർത്താവ് വന്നാൽ അവരിൽ എത്ര പേർ എടുക്കപ്പെടും സ്വർഗരാജ്യത്തിലേക്ക്? വളരെ ചുരുക്കമേ ഉള്ളൂ. ഒരു ബെയർ മൈനോറിറ്റിയേ ഉള്ളൂ. അതുകൊണ്ട് ആത്മഭാരത്തോടെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവവേലയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. വിശാലതയിലേക്ക് വരാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവവേലയ്ക്കുള്ള ഒരു ആഹ്വാനമാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങൾക്ക് തരുന്നത്. വേലയ്ക്കായി സമർപ്പിപ്പീൻ. നാഥ, എന്നിലൂടെ കണ്ടിരിക്കുന്ന ദൈവവേലയ്ക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ കഴിവുകേടുകൾ, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ ഭവനം, എൻ്റെ വാഹനം, എൻ്റെ ശബ്ദം, എനിക്ക് കർത്താവ് തന്നിരിക്കുന്നതായ താലന്തുകൾ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങൾക്കങ്ങനെ സമർപ്പിക്കാമെങ്കിൽ ഈ തലമുറയിൽ നിങ്ങളിലൂടെ കർത്താവ് വലിയ കാര്യം ചെയ്യും. അന്നിടയാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും ദൈവവേലക്കാരാകുന്ന വലിയ ഭാഗ്യപദവിയിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.